എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ നിൽക്കുന്നത് പഴയന്നൂർ വെന്നൂർ എന്ന് പറയും. അവിടെ മഹാഗണപതി ക്ഷേത്രമുണ്ട്. വെന്നൂർ മഹാഗണപതി ക്ഷേത്രം. ഇവിടെ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സപ്താഹത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്താണെന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാം. അതുകൂടാണ്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം. സുഭാഷ് ഓൾവേസ് ഫ്രീ. ഇതാണ് വെന്നൂര് ഗണപതി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള യജ്ഞമാണ് അവിടെ, ഭാഗവത യജ്ഞമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഭാഗവത സപ്താഹത്തിൽ. അപ്പോൾ നിങ്ങളും ഈ 21-ാം തീയതി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. 27-ാം തീയതിയാണ് നമുക്ക് മണ്ഡലം 41 കഴിയണ അതോടുകൂടിയിട്ടാണ് ഇത് നമുക്ക് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. യജ്ഞത്തിൽ പങ്കെടുക്കണമുണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് പല വ്യാധി, ദുഃഖ, ദുരിത, കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളെ തരണം ചെയ്ത് നമുക്ക് ശാന്തിയും സമാധാനവും നേടാൻ വളരെയധികം സഹായകരമാണ് ഈ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക. അതുകൂടാതെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാറ്റിനും നമ്മുടെ നാടിനും ഒക്കെ അനുഗ്രഹം ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്കുണ്ടാവും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യജ്ഞശാലയിലേക്ക് അങ്ങോട്ട് പോവാം. അതായത് ഭാഗവതം സപ്താഹം നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അങ്ങോട്ട് പോവാം. സർവാശ്ചര്യമയം പ്രഭും അപ്രതർക്കവനിർദ്ദേശം ദൃശ്യമാനം അദർശനം ആസ്ഥിതസ്തദ്വിമാനാഗ്ന സർവാനീകാധിപേ വൃതാവാലഭ്യജനചത്രാഗ്രീരേ ജയചന്ദ്രീഗോദയേ തസ്യാസൻ സർവതോയാനൈര്യൂഥാനാം പദയോസുരാ നമോ ജയശംബരോ ബാണോ വിപ്രചിതീരയോ മുഖാം ദിമൂർധകാലനാബോധപ്രഹേതിർഹേതിരില്ലുലാ ശകിനഭൂതസന്താപോപജ്രതംശോ വിരോചനാം ഹയഗ്രീവ ശംഖുശിര കപിലോ മേഘദുന്ദുബി താരകശംഭോജംബ ഉത്കല അരിഷ്ടോ അരിഷ്ടനേമിച്ചമൈച്ച ത്രിപുരാധിപ അന്യേ പൗലോമകാലേയ നീവാതകവചാതയാം അലബ്ധഭാഗാ സോമസ്യ കേവലം ക്ലേശമാകിന സർവേ ഏതേ രണമുഖേ ഭവിഷ്യോ നിർജിതാമരാഹാം സിംഹനാദാൻവിഞ്ചന്താശങ്കാൻ ദത്മൂർമഹാവരാൻ ദൃഷ്ട്വാസപത്മാനുസിക്താൻ ബലഭിത്കുപിതോ പ്രജം ഐരാവദന്തി കിരണമാരൂഢ ശുശുഭേശ്വരാൻ യഥാശ്രവത് പ്രസ്രവണം ഉദയാദ്രിം അഹർപ്പതി തസ്യാസൻ സപ്താഹത്തിന് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നല്ല ഗംഭീര ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലി, പൊടി, സാമ്പാറൊക്കെ ആയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് പ്രസാദൂട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചായയും പിന്നെ ചെറിയ കടികളൊക്കെ ഉണ്ട്. ഇഡ്ഡലിയും സാമ്പാറും പൊടിയൊക്കെയാണ് ഇന്നത്തെ ഗംഭീര നല്ല ഫുഡാണ് കേട്ടോ. ആയുർവേദ ആചാര്യനാണ്, മഹാവൈദ്യനായ ധന്വന്തരി മൂർത്തി. അസുരന്മാരേ ഉള്ളൂ പാലാഴി തീരത്ത്. ദേവനെന്നോ അസുരനെന്നോ ഒരു വ്യത്യാസമില്ല ധന്വന്തരിക്ക്. അമൃത കലശം അസുരന്മാരുടെ കൈകളിലേക്ക് കൊടുത്തു, മറഞ്ഞു. മഹാവൈദ്യൻ ധന്വന്തരി നമ്മളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണേ. ഇന്നിപ്പോ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരല്ലേ നമ്മളൊക്കെ? എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗമാണ്. വീടൊക്കെ ഒരു മിനി മെഡിക്കൽ സ്റ്റോർ ആണല്ലേ. അലമാരി ഷെൽഫ് തുറന്നാൽ ഒരുവിധ സകല അസുഖങ്ങൾക്കുമുള്ള മരുന്ന് അവിടെ സ്റ്റോക്കാണ്. ആയുർവേദം വേണോ ഹോമിയോ വേണോ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ധന്വന്തരിയെ ആശ്രയിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോർ നാരായണാമൃത രോഗാന്മേ നാശയാശേഷാനാശു ധന്വന്തരേ ഹരേ. മരുന്നും ആവട്ടെ, കൂടെ മന്ത്രവും ആയിക്കൊള്ളട്ടെ, രോഗം ശമിക്കും.
ഇവിടെ മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ച് അസുരന്മാരെ മോഹിപ്പിച്ചു, അമൃതദേവന്മാർക്ക് മാത്രമായി കൊടുത്തു. പാലാഴി മഥനം കഥ സമർപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിന് പെട്ടെന്നൊരു സംശയം. മഹാവിഷ്ണു ചെയ്തത് നീതിയായില്ലല്ലോ എന്നാണ് സംശയം. ദേവന്മാരും അസുരന്മാരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടല്ലേ പാലാഴി മഥനം ചെയ്തത്? പിന്നെന്താ മഹാവിഷ്ണു ദേവന്മാർക്ക് മാത്രം അമൃത് വീതിച്ചു കൊടുത്തത്? ഒരു തുള്ളി അമൃത് അസുരന്മാർക്കും കൊടുക്കാൻ വയ്യായിരുന്നോ? വിഷ്ണു ചെയ്തത് നീതിയല്ലല്ലോ എന്ന് പരീക്ഷിത്ത് ചോദിക്കുമ്പോൾ ശുകപരബ്രഹ്മ ഋഷി പറയും, അങ്ങനല്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളുടെ പരിശ്രമവും ഈശ്വരന്റെ അനുഗ്രഹവും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മം ഫലത്തിലേക്ക് എത്തൂ. ഇന്നലെ നമ്മളിവിടെ പറഞ്ഞില്ലേ, താൻ പാതി ദൈവം പാതി. നമ്മുടെ പരിശ്രമവും ഉത്സാഹവും വേണം, കൂടെ ഈശ്വരന്റെ അനുഗ്രഹം കൂടി ചേർന്നാൽ കർമ്മം വിജയത്തിലേക്ക് എത്തും. ഇവിടെ ദേവന്മാർക്കാണ് ഈശ്വരൻ അനുകൂലം, അസുരന്മാർക്ക് അനുകൂലമാക്കി നിർത്തൽ കഴിഞ്ഞില്ല. രണ്ടു കൂട്ടർ ഒരുപോലെ കഷ്ടപ്പെട്ടാൽ തുല്യമായിട്ട് വേണ്ട പ്രതിഫലം കൊടുക്കാൻ? പരീക്ഷത്തിന്റെ സംശയം ന്യായവാ. ദേവന്മാര് വാസുകിയുടെ വാലിൽ പിടിച്ചു, അസുരന്മാര് തലയ്ക്കൽ പിടിച്ചു, അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അമൃത് പങ്കുവച്ചപ്പോ വിഷ്ണു ആ ഭേദബുദ്ധി കാണിച്ചത് എന്തുകൊണ്ട്? രണ്ടു കൂട്ടർ ഒരുപോലെ യജ്ഞശാലയിൽ ഇരുന്ന് ഭാഗവതം കേട്ടു. പക്ഷെ ഒരാളുകളെ മാത്രം അന്നദാനത്തിൽ വിട്ടു, മറ്റേ ആളുകൾക്ക് പ്രസാദം തന്നില്ല. നീതിയാണോ? നീതി കേടാണ്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്, എന്തുകൊണ്ട്? ഭഗവാൻ ശുകപരബ്രഹ്മ ഋഷി ഉത്തരം പറഞ്ഞു, ആരാണോ ഈശ്വരനെ അനുകൂലമാക്കി നിർത്തുന്നത് അവർക്കേയുള്ളൂ കർമ്മത്തിൽ കർമ്മഫലം. നമ്മളും ഒക്കെ ചിന്തിക്കണേ, നമ്മുടെ പ്രയത്നം വേണം. ഏത് കാര്യത്തിനും നമ്മൾ പ്രയത്നിക്കണം. കൂടെ അമ്പലങ്ങളിൽ പോകണം, വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ജീവിതത്തിൽ ഭഗവാൻ സഹായമാവണം. പരീക്ഷാകാലമൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികളിൽ ഭക്തി കൂടുതൽ വരുന്ന മാസവേദ? ഫെബ്രുവരി, മാർച്ച്. പരീക്ഷയുടെ ടൈം ടേബിൾ ഇങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ഭക്തി നല്ല കൂടുതൽ. അമ്പലത്തിൽ പോവാൻ ആരും നിർബന്ധിക്കണ്ട. ചരട് പൂജിക്കണോ, പേന പൂജിക്കണോ, സകല പൂജയും ചെയ്യാൻ തയ്യാറാവും. എന്താ കാരണം? ഉറക്ക ഉളച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതിനൊക്കെ പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ദേവി അനുഗ്രഹിക്കണം, മഹാദേവൻ അനുഗ്രഹിക്കണം. ഇത് പ്രാർത്ഥിക്കാനാ കുട്ടികൾ അമ്പലത്തിൽ വരല്. എൻ്റെ കഷ്ടപ്പെടലും ഈശ്വരന്റെ അനുഗ്രഹവും ഒന്നായിട്ട് തീരണം. ഇവിടെ പാലാഴി മഥനം കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. പാലാഴി മഥനത്തിനും വളരെ കാലത്തിന് ശേഷം നടന്നൊരു കഥയുണ്ട്, ശങ്കരമോഹനം. കഥ ഞാൻ ഇനി പറയാൻ ഒരുങ്ങുന്നില്ല, അതിൻ്റെ ഒരു കീർത്തനം കേട്ടുകൊണ്ടാവാം. ശങ്കരമോഹനം എന്ന കഥയിലൂടെ കലിയുഗവരദനായ ഒരു ഈശ്വരന് ജന്മം കൊടുത്തു. ഹരി ഹര ചൈതന്യത്തിൽ നിന്ന് കലിയുഗവരദൻ ശ്രീധർമ്മശാസ്താവ് അവതരിക്കുന്നു. നമ്മൾ ഈ യജ്ഞം നടത്തുന്ന കാലഘട്ടവേദ പുണ്യമണ്ഡല വ്രതകാലം കഴിഞ്ഞു. മണ്ഡലവ്രതത്തിൻ്റെ സമാപന സമർപ്പണ ദിനങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. ഈ മണ്ഡലവ്രത കാലത്ത് എത്രായിരം ലക്ഷം ആളുകൾ അയ്യപ്പ ദർശനം നടത്തിയല്ലേ? വലിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടില്ലേ? അവിടുത്തെ പോലീസിനോ ഭരണാധികാരികൾക്കോ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭക്തജന പ്രവാഹമാണ്. 12 മണിക്കൂർ 24 മണിക്കൂർ ഒക്കെ കാത്തു നിന്ന് അയ്യപ്പ ദർശനം നടത്തി സായുജ്യമടയുന്നു സജ്ജനങ്ങൾ.
ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മനുഷ്യരായിട്ടുണ്ടാക്കുന്ന കളങ്കങ്ങളുണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ, അത് മറക്കുന്നില്ല. മനുഷ്യന്റെ അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ കൊണ്ട് ഒരു ഭാഗത്ത് ഇതിന് മോശമായ ചില കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഭക്തന്മാർ അയ്യപ്പനിൽ എത്ര വിശ്വസിക്കുന്നു. അവിടുത്തെ കേവലം ഒരു ദ്വാരപാലകനോ തങ്കവിഗ്രഹമോ ഒന്നുമല്ല, ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തിലാണ് അവന്റെ ശ്രദ്ധ. അല്ലെ, കള്ളനേ ഉള്ളൂ അവിടെ വരുമ്പോ സ്വർണ്ണ വിഗ്രഹവും സ്വർണ്ണ ദ്വാരപാലകനും ഒക്കെ കാണല്. ഭക്തൻ അവിടെ ചെന്നാൽ എന്തേ കാണൂ? കലിയുഗവരദനെ അയ്യപ്പസ്വാമിയെ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമല്ലേ? ശബരിമലയിൽ പോവാനൊക്കെ ആഗ്രഹമുള്ള പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. കൊണ്ടുപോകാൻ ആളില്ല, അത്രയൊന്നും മല ചവിട്ടിക്കയറാനുള്ള ആരോഗ്യമില്ല. അങ്ങനെയൊക്കെ വിഷമിക്കുന്ന ആളുകൾ ഇപ്പൊ മനസ്സുകൊണ്ട് ഒരയ്യപ്പ ദർശനം നടത്തി പ്രാർത്ഥിക്കാം. ഇവിടെ ആ കലിയുഗവരദന്റെ അയ്യപ്പസ്വാമിയുടെ കീർത്തനം പാടുമ്പോൾ എല്ലാവരും ചേർന്ന് വേണം അതിൻ്റെ ഈരടി പാടാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് വാമനാവതാരത്തിലേക്കും കടക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വാമി ശരണമയ്യപ്പ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. ശബരിമാമല ശാസ്താവേ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. ശബരിമാമല ശാസ്താവേ പാഹിമ. നന്മമേലിൽ വരുവതിനായി ഞങ്ങൾ നിർമ്മല നിന്നെ സേവ ചെയ്തിടുന്നു. സന്തതം മമ വന്നു തുണക്കേണം. ഹരിഹരപുത്രനയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. ശബരിമാമല ശാസ്താവേ പാഹിമ. മണ്ണിലിന്നു മഹാഗിരി തന്നിലത്യുന്നതമാം ശബരിമല തന്നിൽ സേവിച്ചിടും ജനങ്ങളെയൊക്കെയും പാലിച്ചിടുക സ്വാമി നീലവയ്യ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ. ശബരിമാമല ശാസ്താവേ പാഹിമ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ ഈ സപ്താഹ യജ്ഞത്തിൽ നമ്മളെ ഈ ആചാര്യൻ ഉണ്ണീഷ്ണൻ തിരുമേനിയാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. നമുക്ക് ഈ കമ്മിറ്റി അംഗങ്ങളെയും പരിചയപ്പെടാം. അപ്പം അദ്ദേഹം ചേർത്തലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തിരുമേനി നമസ്കാരം. ഇതാണ് ഉണ്ണീഷ്ണൻ തിരുമേനി. തിരുമേനി നമസ്കാരം. നമസ്കാരം. തിരുമേനി ഈ ചേർത്തലയിൽ നിന്ന് ഏത് മനയിലത്തെയാണ് അവിടെ? എൻ്റെ പേര് പുല്ലയിൽ ഇല്ലം എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്നുള്ള ഗ്രാമത്തിലാണ്. നമ്മുടെ ഈ നാടൊക്കെ തിരുമേനിക്ക്, ഈ നാടും നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ അതെ അതെ വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. ഇത്തരത്തിലുള്ള സത്സംഗം, സപ്താഹം എന്നൊക്കെയുള്ള സത്സംഗം എന്നാണ് നമ്മൾ പറയാറ്. അത്തരം സത്സംഗങ്ങൾക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇത്. വളരെ നിഷ്കളങ്കരായ ആളുകള്, പിന്നെ നല്ല കഠിനാധ്വാനം ചെയ്യണ കമ്മിറ്റി അംഗങ്ങള്, ഒരു ചിട്ടയായ രീതിയിൽ ഇവിടെ സപ്താഹയജ്ഞം നടന്നു പോവുകയാണ്. ഇത് 6ാമത്തെ വർഷത്തെ സപ്താഹയജ്ഞം. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ 1-2 വർഷമൊക്കെ സപ്താഹം നടക്കും. പിന്നെ അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെടുമ്പോ
അതൊക്കെ വിട്ടുപോകാറാ പതിവ്. പക്ഷെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങള് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങള് ദേശവാസികള് സജ്ജനങ്ങളുടെ താല്പര്യം അതെ 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 ഓരോ വർഷ യജ്ഞം കഴിയുമ്പോഴും നമുക്ക് പങ്കാളിത്തം വളരെ കൂടുതലാ, സമർപ്പണങ്ങളും ഒക്കെ ആയിട്ട്. കൂടുതലാണ്. അപ്പൊ ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ അതെ എന്താണ് യജ്ഞം എന്നാണ് എന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ 3 വർഷങ്ങളിൽ ഒരാചാര്യനായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ, ഈ വർഷത്തെ ഉൾപ്പെടെ 3 വർഷമായിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ്. അതെ 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 അത് ശരി. ഭഗവാൻ അപ്പൊ ഈ നാട്ടിലെ എല്ലാവരുമായിട്ട് അത്രയും അത്ര അടുപ്പം, ഒരു മാനസികമായ അടുപ്പം കൂടി ഇപ്പൊ വന്നു. അതെ, അതെ, അതെ. ചിലപ്പോ ഇവിടുന്ന് ആൾക്കാരെ ഇടയിൽ വിളിക്കൊക്കെ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഇതൊരു നല്ലൊരു ഗ്രാമാന്തരീക്ഷം, ഗ്രാമാന്തരീക്ഷം. ഈ കാടും കാര്യങ്ങളും കർഷകരും പിന്നെ അതിനോടനുബന്ധിച്ച് നല്ലൊരു മനസ്സാണ് ഇവിടുത്തെ അതെ, ആൾക്കാർക്ക്. അതെ, അതാണ് നമ്മളുടെ ആ ഒരു, ഞാൻ ഇപ്പോ മുണ്ടിയങ്കാവിലും വന്നിട്ടുണ്ട്, മുണ്ടിയങ്കാവ് തൊട്ടപ്പുറത്ത് മുണ്ടിയങ്കാവിലും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും തയ്യാറാണ്. അതെ, ഇവിടുത്തെ ആഹാരം പാചകം ചെയ്യല്, ഇതിന്റെ പ്രസാദ അന്നദാനം തയ്യാറാക്കലൊക്കെ ഇവിടുത്തെ അമ്മമാര് തന്നെയാ. പുലർച്ചെ എനിക്ക് വരികയാണ്, അതിരാവിലെ എഴുന്നേൽക്കുക, ഏറ്റവും വൈകി ഇവിടുന്ന് പോവുക. അതായത് ലേഡീസ് അവരാണ് ശരിക്കും സപ്താഹം കൊണ്ടുനടക്കുന്നത്. അതെ അതെ അതെ, അവരുടെ ഒരു ചിട്ടവട്ടങ്ങൾ ആണുങ്ങൾ അത് ഒരുക്കി കൊടുക്കുകയാണ്. അതെ 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 അതിനൊരു സപ്പോർട്ട്. അതെ അതെ. പിന്നെ വർഷങ്ങളായിട്ട് സപ്താഹങ്ങളൊക്കെ കണ്ടു പരിചയമുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ അനുഭവങ്ങള് പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അനുഭവ സമ്പത്തുള്ളവര് ഇല്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അവരതിന്റെ കൂടെ നിൽക്കുക. ഇപ്പോഴൊക്കെ ഏകദേശം എല്ലാവർക്കും പരിചയമായി കഴിഞ്ഞു. 6ാമത്തെ വർഷമായപ്പോഴേക്കും കേൾക്കുമ്പോ തന്നെ ഇപ്പൊ സ്വാമിയുടെ തിരുമേനിയുടെ തന്നെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ് അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോ തന്നെ പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. ഈ സപ്താഹങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കൂടുതലും നമ്മുടെ മാനസികമായ ഒരു ഉയർച്ച, നമ്മുടെ മനസ്സിനൊരു മാറ്റം വരുത്തലാണ് സപ്താഹം എന്നല്ല, എല്ലാ സത്സംഗവും അതിന്റെ ഒരു ഉദ്ദേശമാണ്. അതെ, ഈ കലിയുഗത്തില് പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അസ്വസ്ഥര മനുഷ്യരെ. സമ്പത്തൊക്കെ ഉണ്ട് എല്ലാവർക്കും, ജീവിത സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും മനസ്സിനൊരു തൃപ്തി കുറവുണ്ട്, അസ്വസ്ഥത കൂടുതൽ. അപ്പൊ ഇത്തരം സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, ഒരു മനഃശാന്തി. അങ്ങനെയാണ് ദൂരെ നിന്നൊക്കെ ആളുകൾ യജ്ഞത്തിലേക്ക് ഇങ്ങനെ വരല്. സമ്പത്തല്ല എല്ലാം, സമ്പത്തല്ല, മാനസികമായിട്ട് നമ്മൾ പഴയ ആൾക്കാരൊക്കെ മാനസികമായിട്ട് അവര് ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര നോക്കും, അങ്ങനെ എല്ലാ ഈ വെള്ളുവനാടൻ ആചാരങ്ങൾ കംപ്ലീറ്റ്, അങ്ങനെ ചോഴി, അങ്ങനെ കുറെ സമ്പ്രദായം ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു വെള്ളുവനാടൻ ആചാരത്തിനോട് ചേർന്ന് ഈ ഒറ്റപ്പാലത്തിന്റെ ഒക്കെ ഒരു സംസ്കാരമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് വരണ എന്നെ പോലുള്ളവർക്ക് വലിയൊരു ഭയങ്കര ഇതാണ്. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് അത്രയും ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ. തന്നെ ഞാൻ തന്നെ ഇപ്പൊ ഒരു 20 കിലോമീറ്റർ ആകല, 20-22 വരുന്നത്. എനിക്ക് അല്ല, ഞാൻ തോന്നെടുക്കരാ. അപ്പോൾ പാഞ്ഞാളാണ് കൂടുതൽ വീഡിയോകളൊക്കെ ഉണ്ടാവുക. പാഞ്ഞാൾക്കാരൻ തന്നെയാണ്, പക്ഷെ അമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു ബന്ധം കൂടി കാത്തു സൂക്ഷിക്കും. ശരി, അപ്പോ സന്തോഷം. നമ്മുടെ ഇവിടെ ഗണപതിയെ കുറിച്ച് കൂടെ 2 വാക്ക് നമുക്ക് പറയണം. കാരണം ആ അമ്പലമാണ് നമുക്ക് ഈ യജ്ഞത്തിന് ഒരു കാരണം. വെന്നൂർ ഗണപതി ക്ഷേത്രം വളരെ ചെറുതാണ്, വിഗ്രഹം വളരെ ചെറുതാണെങ്കിലും ഭഗവാന്റെ ശക്തി, ചൈതന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 6 സപ്താഹ യജ്ഞം ഇവിടെ തുടർച്ചയായിട്ട് നടത്താനും സാധിക്കുന്നത്. ഇവിടെ വിശേഷാൽ ഇപ്പൊ വിനായക ചതുർത്ഥിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം മൂടൽ എന്നുള്ളൊരു വഴിപാടൊക്കെ നടത്തി പണ്ട് ഉണ്ടായിരുന്നതിലും കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ക്ഷേത്രവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതില് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുടെ പരിശ്രമം എടുത്തു പറയണം. എല്ലാവരും അവരവരുടെ മേഖലയിൽ തിരക്കുള്ളവരാണെങ്കിലും സമയം കണ്ടെത്തുക ഈ യജ്ഞത്തിന് വേണ്ടി. ഇപ്പൊ ഈ സപ്താഹം തുടങ്ങണമെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇവരിതിന് കഷ്ടപ്പെടണം. ഓരോ കാര്യങ്ങൾക്കും ആളുകളെ കണ്ടെത്തി ഒരു വലിയ പരിശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്, പറയാതെ വയ്യ. അപ്പോ നമ്മുടെ ക്ഷേത്രം ചെറുതാണെങ്കിലും മൂർത്തി ഭയങ്കര വലുതാണ്. അതാണ് ഇവിടെ നമുക്ക് ഈ ഗണപതി അമ്പലത്തിനെ പറ്റിയിട്ട് എനിക്കും തോന്നി. ഞാൻ തൊഴുതു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലേക്ക് ഒരു കിട്ടിയതാണ്. അപ്പോ നമ്മുടെ ഈ നാട്ടിലേക്ക് വന്ന് വളരെ സന്തോഷം. ഇനിയും തീർച്ചയായിട്ടും അതാണ് എന്റെ ഒരു ആഗ്രഹം. ശരി.
അപ്പോ ഇവിടുത്തെ ഈ സപ്താഹത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന അണിയറയിലുള്ള ആൾക്കാരാണ്, പിന്നണിയിലുള്ള ആൾക്കാരാണ്. മുന്നണിയിൽ തന്നെയാണ് ഫുഡില്. ചേച്ചി എന്താണ് പേര്? എന്റെ പേര് ബിന്ദു. ബിന്ദു. ഇവിടെ എത്ര വർഷമായി ചേച്ചി? 6 വർഷമായി ഈ സപ്താഹത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കൂല്ലേ? ഇവിടെ ഏകദേശം സമാപന സമയത്തൊക്കെ എത്ര ആളുകൾ ഉണ്ടാവും? 10,500 പേരുണ്ടാവും. 1500 പേർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂല്ലേ? അപ്പൊ ചേച്ചിയുടെ പേരെന്താ? ആ, കൂട്ടുകാരും അല്ലേ? ചേച്ചിയുടെ പേര് സുധ. ചേച്ചിയും ഇതിന്റെ ഒപ്പം ഉണ്ട് അല്ലേ? ചേട്ടൻ. എന്റെ പേര് ഗിരീഷ്. ഞാൻ ഇവരുടെ പാചകരെ സഹായിക്കും. നിങ്ങൾ ഇവരുടെ ഒരു കയ്യാളായിട്ട് ഒരു ആൺ സഹായിയായിട്ട് നിങ്ങളാണ്. നമ്മുടെ പേരെന്താ? നമ്മുടെ പേര് കുമാരി. കുമാരി. 6 വർഷമായി ഇതില് പൊതുപ്രവർത്തനം. ഇതിന്റെ മൊത്തമായിട്ട് പ്രവർത്തനത്തിലുണ്ട്. മതി. മതി. മോനെ ഭക്ഷണം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പറാ. എന്താ കൂട്ടി കഴിക്കണേ? രസം. രസം ഇഷ്ടാണല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പറായിട്ട്. അതെ, നിങ്ങൾ എന്നും വരുമോ? എന്നും വരും അല്ലേ? അമ്മ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? നല്ല ഭക്ഷണമാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നല്ല സ്വാദും ഉണ്ട്. നല്ല ശരിക്കും സമയത്ത് കിട്ടി. അത് കാരണം ക്ഷീണോ ഒന്നും ഉണ്ടായില്ല. നല്ല ഭക്ഷണം. അതാ ഭഗവാന്റെ അനുഗ്രഹം. പ്രസാദൂട്ട് ഗംഭീരായി. പ്രസാദൂട്ട് എന്നാണ് പറയാ. അന്നദാനം കൊടുത്തവർക്കും എല്ലാവരും നന്നായി വരട്ടെ. അതാണ്. അമ്മ ഇവിടെ തന്നെയാണോ? അമ്മ ഇവിടുത്തെ എന്താ പേര്? നമ്മളെ വിജയലക്ഷ്മി. വിജയത്തിന്റെ ആളാണ്. ചേട്ടാ പറയൂ. നല്ല വിശേഷം. ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ട്? എല്ലാവർക്കും ഈ ലാസ്റ്റ് ദിവസമൊക്കെ നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ദിവസം കൂടുതൽ ആളുണ്ടാവും. എല്ലാവർക്കും കൊടുക്കും. ചേട്ടൻ ഇതിന്റെ ഇതിലും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അമ്പലങ്ങളിലും ചേട്ടാ, നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോഴേ നമുക്ക് ഇത്രയും ആൾക്കാർക്ക് കൊടുക്കല്ലേ? അപ്പൊ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടില്ല? അത് നമുക്ക് ഭക്ഷണം അന്നദാനല്ലേ? അന്നദാന പ്രഭു അയ്യപ്പനെ കൊടുക്കുന്ന പോലെ. എന്റെ പേര് ശാന്തകുമാരി. ശാന്തകുമാരി അല്ലേ? അമ്മ ഇവിടെ ഫുൾ ടൈം ഉണ്ട് അല്ലേ? കാലത്ത് 5 മണിക്ക് വന്നാൽ പിന്നെ വൈകുന്നേരം 9 മണിക്കേ പോകുള്ളൂ അല്ലേ? അമ്പലത്തിലെ എല്ലാ പരിപാടികളും ഞാൻ നേരത്തെ വെണ്ണ കൊണ്ടിരുന്നു അവിടെ വെക്കാൻ വേണ്ടി. വെണ്ണ എല്ലാ സാധനങ്ങളും ഞങ്ങൾ നമുക്ക് ഇത് തന്നെ ഒരു സന്തോഷം അല്ലേ? നമുക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരുമേനിമാർക്ക് ഭക്ഷണം കൊടുക്കണം. തൃപ്തിയാവുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മള് ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും തൃപ്തിയായി കൊടുത്തിട്ട് ഞങ്ങൾ പിരിയാറുള്ളൂ. എന്നിട്ടേ ഞങ്ങള് കഴിക്കുള്ളൂ. ഞങ്ങള് കമ്മിറ്റിക്കാർ കഴിക്കുള്ളൂ അല്ലേ? അങ്ങനെയാണ്. കമ്മിറ്റിക്കാർ ലാസ്റ്റ് കഴിക്കുള്ളൂ അല്ലേ? എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിഞ്ഞ് ബാക്കി ഭക്ഷണം നമുക്ക് കഴിക്കും. എന്നാലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. അതെ അതെ. നടക്ക് രുക്മിണി സ്വയംവരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗോവിന്ദ 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 പുണ്യമായി
ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.